വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. 2.69 കോടി വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 53,000-ഓളം പേരെ ഒഴിവാക്കി. 30 ലക്ഷത്തിലധികം വോട്ടർമാരെ ഒഴിവാക്കിയാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നതെന്ന് CPM പ്രതിനിധി MV ജയരാജൻ ആരോപിച്ചു. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ പരാതികൾ സ്വീകരിക്കുകയും നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്ത ശേഷമുള്ള പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നത്. 2,69,53,644 പേരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. മരണപ്പെട്ടവർ, വിദേശ പൗരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെ 53,229 പേരാണ് ഹിയറിംഗിന് ശേഷം കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 15,11,292 വോട്ടർമാരുടെ വർധനവാണുള്ളത്. ഹിയറിംഗ് നമ്മൾ നടത്തി. അതിലെ ഒരു ഔട്ട്കം എന്ന് പറയുന്നതാണ് അന്യ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ പെർമനന്റ്ലി ഷിഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അത്ര ആൾക്കാർ കൂടി ഡ്രാഫ്റ്റ് ലിസ്റ്റിന്റെ കണക്കിൽ നമുക്ക് ഒഴിവാക്കേണ്ടി വരണം. അതാണ് ഈ 53,229 എന്ന് പറയുന്നത്. എന്നാൽ തദ്ദേശ വോട്ടർ പട്ടിക അപേക്ഷിച്ച് 30 ലക്ഷത്തോളം പേരെ ഒഴിവാക്കിയതായി CPM പ്രതിനിധി MV ജയരാജൻ ആരോപിച്ചു. അപ്പോൾ 29 ലക്ഷത്തിലധികം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30 ലക്ഷത്തോളം വോട്ടർമാരുടെ പേരുകൾ അർഹതപ്പെട്ടവരടക്കമുണ്ടെന്നുള്ള അനുമാനത്തിലേ നമുക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ഇല്ലതാനും. ജയരാജൻ ഉന്നയിച്ച പരാതി പരിശോധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. നാളെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വീണ്ടും വിളിക്കുമെന്ന് രത്തൻ കേൽക്കർ വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം.